ആണല്ല നീ, ഒരു പെണ്ണുമല്ല നീ. മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു. ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്ക് മോളെ. ഈ ഞാൻ പറഞ്ഞതാണ്, എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കൾ. അപ്പോൾ ജാസിയും ആഷിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അവരുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തതിൽ അതിൽ വളരെ വലിയ ഒരു ട്വിസ്റ്റ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം ആ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഹലൻ എന്ന് പറയുന്ന യൂട്യൂബറെ അറിയാമായിരിക്കും. അവരെ വിളിച്ചുകൊണ്ട് ആഷിയും ജാസിയും വളരെ വൃത്തികെട്ട രീതിയിലുള്ള, ആരോടും ഒരു ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് തീർച്ചയായിട്ടും അവർ ചെയ്തിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഹലൻ അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആഷിക്കും അതുപോലെ തന്നെ ജാസിക്കും കിട്ടേണ്ടത് ഹലൻ്റെ വായിൽ നിന്ന് കിട്ടി ബോധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത്രയ്ക്കും നല്ല വെടുപ്പായ മലയാള ഭാഷയിൽ പറയാൻ പറ്റുന്ന അറയ്ക്കുന്ന തെറികൾ തന്നെ ഹലൻ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അവരുടെ മാന്യതയ്ക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ ജാസിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായത്. തീർച്ചയായിട്ടും അത് വളരെയധികം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അതുപോലെ തന്നെ ശരിക്ക് ഹലന് വേണമെങ്കിൽ ജാസിയുടെ പേരിൽ ഒരു കേസ് വരെ കൊടുക്കാനുള്ള എല്ലാ റൈറ്റും ഈ ഒരു വീഡിയോ കോളിൽ തന്നെ ഉണ്ട്. ഓഡിയോ കോളല്ല, വീഡിയോ കോളാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന് ഹലൻ തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കാണിച്ചു കൊടുത്തു. അത് ആൺകുട്ടിയല്ല കേട്ടോ, ഒരു പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു. ഒരു മില്ലിന് അടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു. ആളെ പേര് എനിക്ക് പറയണ്ടല്ലേ? കാണിച്ചു കൊടുത്തു. എന്നിട്ടൊരു വിശ്വാസമില്ലാണ്ട് പോയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ എന്താ പറയാന്ന് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയുള്ളൂ. ജാസി ആശി, നീ അപ്പുറത്ത് ഒഴിവാക്കി വിട്. നീ ആരുടെ ഒഴിവാക്കി വിടാൻ? നായിന്റെ മക്കളെ. കിട്ടി ബോധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതിൽ നല്ല രീതിയിലുള്ള ഒരു മറുപടിയും തീർച്ചയായിട്ടും ജാസി എന്ന് പറയുന്ന വ്യക്തി അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ തെറ്റാണ് നമ്മുടെ ഹലൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എങ്കിലും ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനം ഒരിക്കലും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ചെയ്തത് അങ്ങേ അറ്റത്തെ ചെറ്റത്തരമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജാസി തീർച്ചയായിട്ടും ഇത് അവനൊരാണാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് തൻ്റെ മാറിടം തുറന്ന് കാണിക്കാൻ മാത്രം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു ജാസി എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇത്. ഇനി ബാക്കി ആ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. കാണിച്ചു എന്ന് പറയുന്ന 1 മില്യൺ അത് എന്നെയാണ് ഉദ്ദേശിച്ചത്. ഈ നായി പരമാറി പരപ്പു. ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, വീഡിയോ എടുക്ക്, വീഡിയോ ഓണാക്ക് മോളെ. ഈ ഞാൻ പറഞ്ഞതാണ്, എന്ത്, ഞാൻ പുറത്താണുള്ളത്, വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല. ഈ തന്തയില്ലാത്തവൻ എന്താ ചോദിച്ചാല് വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ്സ് ഒരു ഊരിലങ്ങ് ഊരി. അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു. കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നുള്ളത്. ഞാൻ വേഗം ഫോൺ താഴ്ത്തി പിടിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണെന്ന് നിങ്ങൾ പറഞ്ഞു. സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒരു റൂമിൽ ഇരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പാടില്ല. കിട്ടുന്നത് കൃഷ്ണജീവി. ഇവരത് ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓണാക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ വേഗം ഫോൺ ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉള്ളത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറച്ചു പിടിച്ചേനെ. എനിക്ക് ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മാറിടങ്ങൾ വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? വൃത്തികെട്ട ജീവി. അപ്പോൾ തികച്ചും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയാണ്. ഒരു ഭർത്താവുമായി ഒരു ഭാര്യ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ജാസി എന്ന് പറയുന്ന വൃത്തികെട്ടവൻ അവരെ വീഡിയോ കോൾ ചെയ്യുന്നത്. ആ സമയത്ത് തീർച്ചയായിട്ടും വീഡിയോ ഓണാക്ക് എന്ന് പറഞ്ഞ് ഓണാക്കിയതിന് ശേഷം ഓൺ ദ സ്പോട്ടിൽ തുണി അങ്ങോട്ട് അയച്ച് മാറ്റുകയാണ്. എന്നിട്ട് അവരുടെ ഇപ്പോൾ സിലിക്കോൺ വെച്ച് പിടിപ്പിച്ച മാറിടം ഇവരെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരു പൊതു സദസ്സിൽ വെച്ച് പെട്ടെന്ന് അവർ മൊബൈൽ മറച്ചു പിടിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് ഹലൻ പറയുന്നത്. എത്ര വൃത്തികെട്ട ഒരു രീതിയാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുരുഷത്വമോ ഇനി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീത്വമോ എന്തോ ആവട്ടെ, അത് നിങ്ങൾ തെളിയിക്കേണ്ടത് ഈ ഹലൻ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ മുന്നിൽ അല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ വിമർശിക്കുന്ന ഞങ്ങളെപ്പോലുള്ള യൂട്യൂബർമാരുടെ മുമ്പിൽ അല്ലെങ്കിൽ
അതുമല്ലെങ്കിൽ മലയാളികളുടെ മുമ്പിൽ ആരെങ്കിലും മുമ്പിൽ നിങ്ങൾക്കത് തെളിയിക്കണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഞാൻ ബോട്ടം സർജറിയാണ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ഡൗൺ സർജറിയാണ് ചെയ്തത് എന്ന് ആധികാരികമായി തെളിയിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് എങ്കിലും പുറത്ത് വിട്ടാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് ആരെയും ഇത് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, എൻ്റെ പാർട്ണറെയും ഞാനുമായി ബന്ധപ്പെട്ട അടുത്തിരിക്കുന്ന ആൾക്കാർ മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ നിങ്ങൾ എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ഹലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ, വൃത്തികെട്ട രീതിയിൽ നിങ്ങളെ സ്വകാര്യ ഭാഗങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ കോൾ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിയമപരമായിട്ട് അങ്ങേയറ്റത്തെ തെറ്റാണ്. പിന്നെ നിങ്ങളെ ആ സ്ത്രീ വിമർശിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾക്കെതിരായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരാതിയോ കേസോ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് നിയമ നടപടികൾക്കും നിങ്ങൾക്ക് പുറത്തേക്ക് പോകാവുന്നതാണ്. പക്ഷേ ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളെ വൃത്തികെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഏതോ രീതിയിലുള്ള നിങ്ങളൊരു സ്ത്രീ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങളത് കാണിക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പെട്ടത് ഹലൻ്റെ പോയത് കൊണ്ട് മാത്രം കിട്ടേണ്ടത് നിങ്ങൾക്ക് കിട്ടി ബോധിച്ചു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാം. പിന്നെ നിനക്ക് നട്ടലുണ്ടാ നിനക്ക്? പിന്നെ എന്റെ പേര് പറയാൻ നിനക്ക് പേടിയാവുന്ന? ധൈര്യത്തിൽ പറ. ഒരാണല്ല നീ, ഒരു പെണ്ണുമല്ല നീ, മനസ്സിലായില്ലേ? ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ, മനസ്സിലായില്ലേ? എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ടോ? അപ്പൊ പിന്നെ കുറെ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കറിയില്ല, ഞാനത് കണ്ടിട്ടുമില്ല. ആ ഒരു സാധനം കൊണ്ട് ഇവരന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്ന് പറഞ്ഞത് എന്താണ്, ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഇവർ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറിയാണ് കഴിഞ്ഞെന്നുള്ളത്. ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എൻറ്റയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ റെക്കോർഡല്ല, പിന്നെ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത്, നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട്. അപ്പോൾ ഹലൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വളരെ നല്ല രീതിയിൽ ഇതിലും കൂടുതൽ അല്ലെങ്കിൽ ഇതിലും ലളിതമായ രീതിയിൽ ഒരു മറുപടി തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ ജാസി അർഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീക്ക് പറയേണ്ടതും കിട്ടേണ്ടതുമായ എല്ലാ മറുപടിയും തന്നെയാണ് കൊടുത്തത്. ഈ ഒരു കാര്യത്തിൽ പറയാൻ ആണും പെണ്ണും കെട്ടവനാണ് ജാസി എന്നിവരെ ഹലൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ദേശത്തിൻ്റെ ഭാഗത്ത് നിന്നാണ്. കാരണം അവർക്ക് ജീവിതത്തിൽ ഇപ്പോൾ കിട്ടിയ ഒരു ദുരനുഭവം ഇതായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ജാസി ചെയ്യേണ്ടത് ഇതായിരുന്നില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്. പിന്നെ ജാസിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവരുമായി വിളിച്ച് സംസാരിച്ച സമയത്ത് അവൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി അവരുടെ കയ്യിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനി വേണ്ടി വന്നാൽ പുറത്തു വിടുമെന്നും വെല്ലുവിളിക്കുകയാണ് ജാസിനെ. പിന്നെ ജാസിക്ക് ഇതിലും നല്ല തെറി തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഇത് മറക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതൊരു പാഠമാക്കി എടുത്തുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അത് പകർത്താൻ വേണ്ടി ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നതാണ് ഇവർക്ക് എന്തുകൊണ്ടും ഉത്തമം എന്നുള്ളത്. കാരണം ഇവരൊരു സർജറി ചെയ്തതോ ഇവർ ആണിൽ നിന്ന് പെണ്ണായി മാറിയതോ ഒന്നും കേരളത്തിലെ ജനങ്ങളെയോ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെയോ ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. പിന്നെ എന്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഇത്ര ശുഷ്കാന്തി ആൾക്കാർക്ക് എന്ന് ചോദിച്ചാൽ, ഇവരുടെ കാര്യത്തിൽ ക്യൂരിയോസിറ്റി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്നത് പച്ചക്കള്ളത്തരമാണ്. അതും യൂട്യൂബ് പോലത്തെ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവർ പറയുന്നത് കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് അവരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി. അല്ലാതെ ഒരു സ്വകാര്യ ചടങ്ങായിട്ട് അവർ എന്തെങ്കിലും ചെയ്താൽ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ ആയിരിക്കില്ല. പക്ഷേ ഇവർ അത് കണ്ടന്റാക്കി മാറ്റിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വരാൻ വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വരുന്നത്. ഇനി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും, ഉറപ്പാണ്. അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും. അതെന്റെ വിഷയമല്ല. നിങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഈ നാറി ഉണ്ടോന്ന് എനിക്കറിയില്ല. ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഹലൻ പറഞ്ഞ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ട് കാണും. ഈ ഒരു കാര്യത്തോടു കൂടി ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇപ്പോഴും ജാസി എന്ന് പറയുന്ന മനുഷ്യൻ ഒരാണായി തന്നെ തുടരുകയാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ വേണ്ട. അത്രയ്ക്ക് പ്രൊവോക്കായിക്കൊണ്ട് ഞാൻ സ്ത്രീയായി എന്ന് പൊതുജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മാറിടം വരെ തുറന്നു കാണിക്കാൻ വേണ്ടി ജാസി അധപ്പതിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കള്ളത്തരം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന കാര്യം 100% നമുക്ക് വിശ്വസിക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് തെളിവുകൾ വേണമെന്ന് പറഞ്ഞാൽ മറ്റു ഭാഗങ്ങൾ കൂടി ചിലപ്പോൾ ജാസി തുറന്നു കാണിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജാസി കടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ ഒരുടെ ഭാഗത്ത് നിന്നുണ്ടാവും, ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെ മോശകരമായ ഒരു അനുഭവം തന്നെയാണ്. അത് ഹലനെതിരെ ആയതുകൊണ്ട് ഹലൻ പ്രതികരിച്ചു, പക്ഷേ മറ്റു ആൾക്കാർക്കെതിരെയാണെങ്കിൽ അവർ പ്രതികരിക്കില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള
പരിപാടികളിൽ നിന്ന് ഇനിയെങ്കിലും നമ്മുടെ ആശയും ജാസിയും വിട്ടുനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.